ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലി വബാരിക് വഅൻഉം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ അൻ തഖൂമു ലില്ലാഹി മസ്ന വഫുറാദ സുമ്മ തതഫക്കറു മാ ബിസാഹിബികും മിൻ ജിന്നഹ ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. ഇതാണ് പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ ഭ്രാന്ത് ആരോപിച്ചപ്പോൾ വിശിഷ്യ ആ വിഷയത്തിൽ അവരോട് ആലോചിക്കാൻ പറയാണ്. ഈ രണ്ടു പേർ ചേർന്നോ അല്ലെങ്കിൽ തനിച്ചോ ആലോചിക്കാൻ പറയാണ്. നമ്മളതിന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ രണ്ടു പേർ നിൽക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ തനിച്ച് നിൽക്കാൻ പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ആ ചിന്തയിൽ മാ ബി സാഹിബിക്കും മിൻ ജിന്നത്തിൻ, നിങ്ങളുടെ സാഹിബിന് യാതൊരുവിധ ജിന്നത്തുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ജിന്നത്താണ് അവിടെ ജുനൂൻ, ഭ്രാന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇവിടെ സാഹിബിക്കും എന്നാണ് പറഞ്ഞത്. സാഹിബ് എന്താ? സാഹിബ് അറബിയിൽ പറയും അസാഹിബു സാഹിബുൻ എന്ന് പറയും. സാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ പറയാം. സാഹിബ എന്ന് സാഹിബ എന്ന് പറഞ്ഞാൽ അനുചരൻ, ഒപ്പം ഒന്നിച്ച് വർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ഇപ്പോൾ സഹാബത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലെന്നോണം വർത്തിച്ചതിനാലാണ് അവർക്ക് സഹാബ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളോട് ഒന്നിച്ച് ചേർന്ന് സഹവസിച്ച് കഴിയുമ്പോഴാണ് സാഹിബാകുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാഹിബാണ്. സാഹിബുഹു ഫിൽ ഗാർ ഇത് യഖൂൽ ലഹു സാഹിബു എന്ന് പറഞ്ഞത്. അബൂബക്കറിന് സാഹിബ് എന്ന് പറയാൻ കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന് ഒപ്പം വർത്തിക്കുന്നതുകൊണ്ടാണ്. ആ പ്രയോഗമാണ് ഇവിടെ നടത്തിയത്. മക്കയിലെ കുഫാറിനെ സംബന്ധിച്ചിടത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സാഹിബാണ്. അവരോട് ചേർന്ന് അവരോടൊപ്പം വർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വിഷയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവർക്കറിയാലോ. പക്ഷെ അതവരറിയണമെങ്കിൽ ഈ ആൾക്കൂട്ടത്തിലും ബഹളത്തിലും അവർ വർത്തിച്ചിട്ട് കാര്യമല്ല. അപ്പം അതറിയാൻ കഴിയൂല. കാരണം എന്താണ്? അവിടെ കുളം കലക്കി മീൻ പിടിക്കുന്ന ഏർപ്പാടാണ്. അതേസമയം അവർ തനിച്ച് നിന്നാൽ, അല്ലെങ്കിൽ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിയും. നമ്മൾ ഈ പറയുന്ന ആരോപണത്തിന് വല്ല അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഇങ്ങനെ നിന്ന് ആലോചിക്കാൻ പറയുന്നത്. ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. ഇൻ ഹുവ, അദ്ദേഹമല്ല, ഇല്ലാ നദീറുൻ ലക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനല്ലാതെ. എവിടെ? ബൈന യദൈ അദാബിൻ ശദീദ്, ശദീദായ അദാബിന് മുന്നോടിയായി. ബൈന യദൈ ഞാൻ പറഞ്ഞു. ഇവിടെ ബൈന യദൈ എന്ന് പറഞ്ഞാൽ അമാമക്കും എന്നാണ്. അമാമക്കും അമാമ അദാബിൻ ശദീദ് എന്നാണ്. പക്ഷെ അമാമ എന്ന് പറയുന്നതിന് പകരം ബൈന യദൈ എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട്? ബൈന യദൈ എന്ന് പറഞ്ഞാൽ എന്താ? ആ രണ്ട് കൈകൾക്കിടയിൽ നിന്നാണ്. മുന്നിൽ എന്നുള്ളതിന് ഏറ്റവും അടുത്ത് എന്നുള്ളതാണ്. അന്ത്യനാളിൻ്റെ സംഭവ്യത, ഈ അദാബുൻ ഷദീദ്, അത് അന്ത്യനാള ഉദ്ദേശം. അതിൻ്റെ സംഭവ്യത വളരെ അടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബുഇസ്തു അന വസ്സഅതു കഹാതൈൻ എന്നാണ്. രണ്ട് വിരലുകൾ അടുപ്പിച്ചിട്ട് പറഞ്ഞത് ഞാനും അന്ത്യനാൾ ഇപ്രകാരം എന്നാണ്. പരലോകത്തിൻ്റെ സംഭവ്യത പെട്ടെന്നായിരിക്കും, അടുത്തായിരിക്കും എന്നുള്ളതാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. അന്ത്യനാളിൻ്റെ അലാമത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമാണ്. നിയോഗം അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് എണ്ണി. അപ്പോൾ ആ ഒരു ആശയത്തെ ധ്വനിപ്പിക്കാനാണ് ബൈന യദൈ എന്ന് പറഞ്ഞത്, അമാമ എന്ന് പറയാതെ. ഏതായാലും ഈ അദാബുൻ ഷദീദ്, പരലോകം അദാബുൻ ഷദീദ് മാത്രമല്ല. പരലോകത്ത് എന്തുണ്ട്? പരലോകത്ത് പലതുമില്ലേ. അവിടെ പ്രതിഫലം കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട വിഷയവും മുന്നറിയിപ്പ് നൽകേണ്ട വിഷയം എന്താണ്? അവിടുത്തെ അദാബുൻ ഷദീദാണ്. അതുകൊണ്ടാണ് ഇവിടെ അത് പരാമർശിച്ചത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാതൊരുവിധ ജുനൂനുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അടുത്ത് ഭവിക്കാനിരിക്കുന്ന അന്ത്യനാളിനെ കുറിച്ച് മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു. ഇക്കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്രകാരം. ഇതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി, ഇവിടെ ഈ ആയത്തുകളൊക്കെ കണ്ടോ,
നിൻ്റെയൊക്കെ തുടക്കം എന്താ? കുൽ. ഇവിടെയും കുൽ അല്ലേ? കുൽ. ഇനിയും അടുത്തതും കുൽ. ഇങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ്? അത് കുൽ എന്ന് പറഞ്ഞിട്ട് പറയാനാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യം എന്താണ്? മക്കൂൽ. കുൽ എന്ന് പറഞ്ഞിട്ട് എന്താണോ പറയുന്നത് അതാണ് മക്കൂൽ, പറയപ്പെടുന്ന കാര്യം. അതാണിത്. അതിൻ്റെ ഗൗരവവും പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ഒരു കുൽ എന്ന് പറഞ്ഞിട്ട് നിർത്താതെ ഓരോന്നിനും എന്ത് ചെയ്യണത്? കുൽ എന്ന് ആവർത്തിച്ച് പറയണത്. ഇവിടെ വീണ്ടും പറയണം കുൽ, പറയാൻ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറയണം. അപ്പോൾ ആരോടാ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പ്രതിയോഗികളായിട്ടുള്ള ആളുകളോടാണ് പറയേണ്ടത്. കുൽ മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലക്കും ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. മാ സഅൽതുകും, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. മാ സഅൽതുകും, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. മിൻ അജ്രിൻ, മിൻ അജ്രിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലവും, ഒരു അജ്റും. മിൻ അജ്രിൻ, ഒരു അജ്റും ഞാൻ ചോദിച്ചിട്ടില്ല. ഫഹുവ ലക്കും, അത് നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ ഉദ്ദേശം പറയാം. ഇൻ അജ്രിയ, ഇൻ അജ്രിയ എന്ന് പറഞ്ഞാൽ മാ അജ്രിയ. അജ്രിയ എന്ന് പറഞ്ഞാൽ എന്താ? അജ്ർ എന്ന് പറഞ്ഞാൽ കൂലി. അജ്രിയ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കൂലി. ഇൻ അജ്രിയ, എൻ്റെ കൂലിയല്ല. മാ അജ്രിയ എന്ന അർത്ഥത്തിൽ എൻ്റെ കൂലിയല്ല. ഇല്ല അലല്ലാഹ്, ആരുടെ മേൽ അല്ലാതെ? അള്ളാഹുവിൻ്റെ മേൽ അല്ലാതെ. എനിക്കുള്ള കൂലി അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ള കൂലി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള കൂലി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു ഏറ്റ കൂലിയേ ഉള്ളൂ. വഹുവ, അള്ളാഹു അവനാകട്ടെ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിനും ഷഹീദാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയുള്ള ആരോപണങ്ങളൊക്കെ പ്രതിരോധിക്കുകയാണ്. ആ പറയപ്പെട്ട ആരോപണങ്ങളിൽ ഏറ്റവും കടുത്തതും അവർ പ്രചണ്ഡമായി കൊണ്ടുപിടിച്ചതും ഈ വിഷയമായിരുന്നു, ജുനൂനിൻ്റെ വിഷയം. മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാധാരണക്കാർക്കിടയിലൊന്നും വരെ പിടിച്ചിരിക്കാൻ പറ്റില്ല ഒരളവിൽ. പക്ഷെ ഇത് അവർക്ക് കുറച്ച് പിടിച്ചിരിക്കാൻ പറ്റിയ കേസായിരുന്നു. അതുകൊണ്ടാണ് അതിനെ പലയിടത്തും വിശുദ്ധ ഖുർആനിൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, മക്കകാലത്ത് ആദ്യം ഇറങ്ങിയ സൂറത്തുകളിൽ വരെ പ്രതിരോധിച്ചിട്ടുണ്ട്. സൂറത്തു നൂൻ വൽ ഖലമിൽ മാ അൻത ബിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം പിന്നെ ഒരു ഇഷ്കാലുണ്ടാവൽ, പിന്നെ ഈ പണി നടത്തുന്നത് എന്തെങ്കിലും എന്തെങ്കിലും സമ്പാദിക്കാനായിരിക്കാം, എന്തെങ്കിലും കൂലി കിട്ടാനായിരിക്കാം എന്നതായിരിക്കും ആളുകളിൽ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ എതിർത്തിട്ടും ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും ഈ പണി നിർത്താതെ തുടർത്തുന്നത് എന്ത് എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും ഭൗതിക ലാഭം, എന്തെങ്കിലും ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് എന്ന് ആരിലെങ്കിലും സംശയം ഉളവാകുകയോ അല്ലെങ്കിൽ കൊണ്ടടക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഇവിടെ. കുൽ, പറയുക, മാ സഅൽതുകും, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. മിൻ അജ്രിൻ, മിൻ അജ്ർ എന്ന് പറഞ്ഞാൽ ഒരു കൂലിയും. അജ്ർ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്ക് ഒരു കർമ്മത്തിനുള്ള, ഒരു പ്രവൃത്തിക്കുള്ള പകരാണ് കൂലി. അത് ചിലപ്പം മാൽ, സമ്പത്താകാം, അല്ലെങ്കിൽ സമ്പത്തല്ലാത്തതാകാം, മാലല്ലാത്തതും ആകാം. മാലല്ലാത്ത ഖൈർ മാൽ എന്താ? ഇപ്പം മാലല്ലാത്തത് എന്താ സമ്പത്ത് കൊടുക്കുക, അല്ല കൂലി കൊടുക്കുക? പൈസ അല്ലാതെ എന്താ കൂലി കൊടുക്കുക? അങ്ങനെ വല്ല കൂലി ഉണ്ടാവും? വിശുദ്ധ ഖുർആനിൽ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കൂലിനെ കുറിച്ച് വായിക്കണ്ട. ഇപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിലെത്തിയപ്പോൾ കൂലി കൊടുത്തത് എന്താ? പിന്നെ ജോലി ചെയ്യാനല്ലേ, മഹർ. കൂലിക്ക് വിളിക്കാനാ പറഞ്ഞ യാ അബത്തിസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. അപ്പോൾ പിന്നെ മാല്, സമ്പത്താകട്ടെ സമ്പത്തല്ലാത്തതാകട്ടെ, അതൊക്കെ എന്താണ്? അജർ. അജറിന് പിന്നെ ജുഅൽ എന്ന് പറയും. ജുഅൽ, ലാ അഫ്അലു ഹത്താ തജഅലു ലി ജുഅല എന്ന് പറയില്ലേ, ജുഅൽ. ജസാ, പക്ഷെ ജസാ, അജർ എപ്പോഴും ഖൈറായിരിക്കും. ജസാ എല്ലാം ഖൈറാവൂല. ജസാ കൂലിയാണ്, പക്ഷെ അതിൽ ഖൈറും ഉണ്ടാവും ഷർറും ഉണ്ടാവും. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്ൻ അല്ലേ, വജസാഹും ബിമാ സബറു ജന്നത്തൻ വഹരീറ, അതൊക്കെ ഖൈറാണ്. പക്ഷേ ജസാഉഹും ജഹന്നം,
അവർക്കുള്ള ജസാ ജഹന്നമാണെന്ന് അറിയുന്നത്. അപ്പോൾ ഷെറും ഹൈറും ജസാവിൽ വരും. അസമയം അജറപ്പോൾ എന്തായിരിക്കും? ഹൈറായിരിക്കും, എന്തൊക്കെ നന്മയായിരിക്കും. ജോയിൽ എന്നും പറയും കൂലിക്ക്. പിന്നെ നബിസ്വല്ലല്ലാഹു കാലത്ത് ഒരു സംഘം ആളുകൾ യാത്ര പോയപ്പോൾ ഒരു ഗോത്രത്തിലെത്തിയപ്പോൾ ആ ഗോത്രത്തിലെ മൂപ്പന് തേളുകടിയേറ്റ്. അപ്പോൾ ഗോത്രക്കാർ 6 പിശുക്കന്മാരായിരുന്നു. അതുകൊണ്ട് ഈ യാത്രാ സംഘത്തിന് സഹാബികൾക്ക് അവർ ഒരു ഭക്ഷണം ചോദിച്ചിട്ടൊന്നും കൊടുത്തില്ല. പക്ഷെ അവരുടെ ഗോത്രം മൂപ്പന് കൊതുക് ഇത് അക്രബ് തേളുകടിയേറ്റപ്പോൾ അവർക്ക് മന്ത്രിക്കണം. അപ്പോൾ നിങ്ങളിൽ മന്ത്രിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ച്. അപ്പം മന്ത്രിക്കുന്ന ആൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പക്ഷേ ഞാൻ ലാ അഫ്അലു ഹത്താ തജ്അലൂ ലീ ജുഅല, ഞാൻ മന്ത്രിക്കൂല, നിങ്ങൾ എനിക്കൊരു ജുഅൽ നിശ്ചയിക്കുന്നത് വരെ. ജുഅൽ എന്ന് അജ്ർ, കൂലി. അത് അവരുടെ ആ ഇരക്കത്തരുണ്ടല്ലോ, അതിനുള്ള ഒരു പ്രതികാരമായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരു ഖത്തിയത്തുൽ ഗനം, ഒരാട്ടിൻ പറ്റത്തെ എന്ത് ചെയ്തു? ജുഅലായി നിശ്ചയിച്ചു എന്നാണ്. അപ്പോൾ ഇവർ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഭേദപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. ജുഅൽ, അജ്ർ. ഏതായാലും ഇവിടെ മിൻ അജ്രി എന്നാണ്, ഒരു അജ്റും എന്നാണ്. അത് പൈസയാകട്ടെ, ഇനി പൈസ അല്ലാത്ത വേറെ എന്തെങ്കിലും ആട്ടെ, പകരമായിട്ട് ഒന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. അതാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അജ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂലി. ഉജ്റത്ത് എന്ന് പറയും. ഉജ്റത്ത്, അജീർ എന്ന് പറയില്ലേ? ഉജ്റത്ത്, അജ്ർ, അങ്ങനെ കൂലിക്ക് വിളിക്കുന്ന ആള് അജീർ. മാ സഅൽതുകും മിൻ അജ്രി, നിങ്ങളോട് ഒരു അജ്റും ഞാൻ ചോദിച്ചിട്ടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. ഫഹുവ ലക്കും, എന്താ ഫഹുവ ലക്കും? അത് ഹുവ ലക്കും എന്നാണ്, അത് നിങ്ങൾക്കുള്ളതാണെന്നാണ്. ഫ ഹുവ ലക്കും എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഫ അതെന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഈ ഫാഉൽ ഫസിഹ എന്ന് പറയും. അതായത് ഇവിടെ പറയുന്നത്, ഞാൻ അങ്ങനെ വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളെടുത്തോളി. ഞാനങ്ങനെ വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹുവ ലക്കും, അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളെടുത്തോളി. അങ്ങനെ ഒരാൾ അങ്ങനെ ഞാനങ്ങനെ വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്തോളി എന്ന് പറയണമെങ്കിൽ അതെന്തുകൊണ്ടാ? ആ ധൈര്യം എന്തുകൊണ്ടാ? ചോദിച്ചിട്ടില്ല. വിശ്വാസ മതങ്ങൾ അവരോടൊന്നും ചോദിച്ചിട്ടില്ല. ഒരു നബിയും ചോദിക്കൂല. കാരണം നബിമാരുടെ നബിമാരുടെ തത്വം നമ്മൾ സൂറത്ത് യാസീനിൽ വാദിയല്ലോ. എന്താ വാദിയെ പഠിച്ച്? ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ, മല്ലാ യസ്അലുക്കും അജ്റ, നിങ്ങളോട് ഒരു കൂലിയും ചോദിക്കാത്തവരെ. റസൂൽമാരൊക്കെ അങ്ങനെയാണ്, ഒരു കൂലിയും ചോദിക്കാതെയാണ് അവരുടെയൊക്കെ ദഅവത്ത്. അതുകൊണ്ട് അവരെ പിൻപറ്റി എന്നാണ് പറഞ്ഞത്. വല അസ്അലുക്കും അലൈഹി അജ്റ ഇൻ അജ്രിയ ഇല്ല അലാ റബ്ബിൽ ആലമീൻ. ഒരു സൂറത്തിൽ ഇത് ആവർത്തിച്ച് ഓതുന്നുണ്ട്. ഏത് സൂറത്ത്? സൂറത്ത് ഷുഅറായിൽ നബിമാരെ കുറിച്ച് പറയുമ്പോൾ ഏറെക്കുറെ നബിമാരെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് പറയുന്നതാണ്. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ല അലാ റബ്ബിൽ ആലമീൻ. ഞാൻ നിങ്ങളോട് ഒരു കൂലിയും ചോദിക്കണില്ല, എൻ്റെ കൂലി മേലായ റബ്ബുൽ ആലമീനിൽ അർപ്പിതാണ് എന്നാണ് എല്ലാ നബിമാരും പറയുന്നത്. എല്ലാ നബിമാരും വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പല ശൈലിയിൽ ഇങ്ങനെ വിഷയം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവ ലക്കും, അത് നിങ്ങൾ എടുത്തോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സമാധാനത്തിൽ പറയാം. അതാണ് ചിലർ പറഞ്ഞത്. ഇവിടെ ഈ ഫാഉൽ ഫസീഹ് തന്നെയാണ്. മാ സഅൽതുകും മിൻ അജ്രിൻ, നിങ്ങളോട് ഞാൻ ഒരു കൂലിയും ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചതെന്തോ ഹുവലക്കും, അത് നിങ്ങൾക്ക് ഗുണമായിട്ടുള്ള കാര്യം മാത്രമാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്താണോ ഹുവ, അത് ലക്കും, നിങ്ങൾക്ക് അനുഗുണമായ ഫലപ്രദമായ കാര്യം മാത്രമാണ്. എന്താ ചോദിച്ചത്? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്? നിങ്ങൾ ഈ മാർഗത്തിലേക്ക് വരൂ, നിങ്ങൾ ഈ ആദർശത്തെ പുൽകൂ, നിങ്ങൾക്ക് രക്ഷ കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതാണ് പറഞ്ഞാൽ മനസ്സിലാണ്ടോ? മാ സഅൽതുകും മിൻ അജ്രിൻ, ഒരു കൂലിയും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് എന്താണോ നിങ്ങളോട്, ആവശ്യപ്പെട്ടത് എന്താണോ നിങ്ങളോട്, ഹുവലക്കും, അത് നിങ്ങൾക്ക് ഗുണപ്രദമായ അനുകൂലമായ കാര്യം മാത്രമാണ്. അതെന്താണ്? നിങ്ങളുടെ ഇഹപര സൗഭാഗ്യം, നിങ്ങളുടെ സ്വർഗപ്രവേശനം. ഇതേ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. അതാണ് മനസ്സിലായി പറഞ്ഞത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂലിയും ചോദിച്ചിട്ടില്ല. അവരോട് ആവശ്യപ്പെട്ടത് അവർക്ക് ഗുണപ്രദമായ കാര്യം മാത്രമാണ്. അതൊരു തഫ്സീറാണ്. മറ്റൊരു തഫ്സീർ, ഞാൻ എന്താണോ ചോദിച്ചത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുവലക്കും അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ എനിക്ക് തരണ്ട എന്നുള്ള അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്ന് അറിയിക്കാം. തയ്യിബ്. ഇൻ അജ്രിയ ഇല്ല അലല്ലാഹ്, അതാണ് ഇൻ അജ്രിയ എന്നാണ്. അജ്രിയ എന്നാണ് എൻ്റെ കൂലി, അത് അല്ല ഇല്ല അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ അർപ്പിതമായിട്ടുള്ള കാര്യമല്ലാതെ എൻ്റെ കൂലി അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാഗ്ദാനം ചെയ്തതാണ്. അത് അള്ളാഹുവിൽ അർപ്പിതമാണ്, അത് പടച്ചോൻ തരും, നിങ്ങളൊരു കൂലിയും തരണ്ട. ഈ വർത്താനം മാ സഅൽതുക്കും അലൈഹി മിൻ അജ്രിൻ ഫഹുവ ലക്കും ഇൻ അജ്രിയ ഇല്ല അലല്ലാഹ്. അതേപോലെ തന്നെ നബിമാർ പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ലേ, ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ല അലാ റബ്ബിൽ ആലമീൻ. ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? നബിമാർ ഈ ദഅവത്ത് നിർവഹിച്ചത്, അതേപോലെ തന്നെ പ്രവാചകത്വം നിർവഹിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. ഒരു ദുനിയാവും കാക്ഷിക്കാതെയാണ്, ഭൗതിക ലോകത്ത് ഒരിക്കലും പ്രതീക്ഷ പുലർത്താതെയാണ് ഇത് നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അവരുടെ അകമഴിഞ്ഞ ആത്മാർത്ഥതയാണ് ഇത് അറിയിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം പറഞ്ഞല്ലോ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ക്ലാസ്സിൽ പറഞ്ഞില്ല അവിടെ, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ആരാ പറഞ്ഞത്? അതാ ഇബ്നു അബി റബാഹിനെ കുറിച്ചല്ല പറഞ്ഞത്. അതായത് അതാ ഇബ്നു അബി റബാഹ് രാജകൊട്ടാരത്തിൽ അമീറുൽ മുഅ്മിനീൻ്റെ അരികിൽ ചെന്നിട്ട് ഉപദേശിച്ച വിഷയം പറഞ്ഞില്ലേ. അതാ ഇബ്നു അബി റബാഹ് അദ്ദേഹം 30 വർഷം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ പഠനം നടത്തിയ പണ്ഡിതനാണ്. ഇബ്നു അബ്ബാസാണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ്. ഹറമിൽ, മക്കത്തെ ഹറമിൽ 30 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിദ്യാഭ്യസിക്കാൻ വേണ്ടി മാത്രമാണ്. പറയുമ്പോൾ ഇബ്നു അബി റബാഹ് ശാരീരിക വൈകല്യങ്ങളുള്ള, അതേപോലെ തന്നെ പല പരിമിതികളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. വളരെ കുറുകിയ ഒരു മനുഷ്യനായിരുന്നു. എല്ലാ ആളുകളെയും ഇരുന്നാൽ അവർക്കിടയിൽ അത്താഴ് നിന്നാൽ അത്താഴിന് ഉയരം കുറവായിരുന്നു. ആളുകൾക്കിടയിൽ ഉയർന്നു കാണില്ലായിരുന്നു. അത്ര ഉയരം കുറഞ്ഞ ഷോർട്ടായൊരു മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അത്ത അൽ ഖുറാസാനി വാപ്പനോടൊപ്പം ഹിഷാമിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകണം. ഹിഷാം ബിൻ അബ്ദുൽ മലിക് അമവി ഭരണാധികാരിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അത്താഴ് വരുന്നത് ഒരു കറുത്ത കഴുതപ്പുറത്ത്. അദ്ദേഹം ധരിച്ച ജുബ്ബ അത് ധനിസത്തായിരുന്നു, ഖമീസ് ധനിസായിരുന്നു, കലൻസുവത്ത് ധനിസത്തായിരുന്നു. ഒക്കെ പഴകിയ വസ്ത്രം, അതാണ് തൊപ്പി വരെ. ലാത്തി അത്തുൻ ധനിസ എന്നാണ് തൊപ്പിനെ കുറിച്ച് പറയുന്നത്. അങ്ങനത്തെ അത്താഴ് ഉണ്ടല്ലോ വരുമ്പോൾ ഉസ്മാൻ ചിരിച്ചു പോയി എന്നാണ്, ആളെ രൂപം കണ്ടിട്ട്, കോലം കണ്ടിട്ട്. പക്ഷെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും വരി നിൽക്കുകയാണ് ഹിഷാമിൻ്റെ അടുക്കലേക്ക് കയറാൻ. പക്ഷെ അത്താഴ് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹിഷാം പിന്നെ ആദ്യം ചാൻസ് കൊടുക്കുന്നത് അലൈഹി വസല്ലം ഈ അത്തായിനാണ്. ഈ ഉസ്മാൻ ബിൻ അത്താ അൽ ഖുറാസാനിൻ്റെ അദ്ദേഹം പറയാണ്, വാപ്പ അത്താ ഉൽ ഖുറാസാനി, മകൻ കയറണില്ല കൊട്ടാരത്തിലേക്ക്, വാപ്പാക്ക് പെർമിഷനുള്ളൂ. വാപ്പാക്ക് കയറാൻ തന്നെ അവസരം ഉണ്ടായത് ആരെ കൊണ്ടാണ്? ഈ അത്തായിനെ കൊണ്ടാണെന്നാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഹിഷാം, അന്നത്തെ കാലത്തൊക്കെ ഖലീഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവമാണ്. അവിടെയൊക്കെ ഒരു സാന്നിധ്യം കിട്ടുന്നതാണ്. പക്ഷേ മർഹബൻ മർഹബൻ അഹ്ലൻ അഹ്ലൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഈ അത്തായിനെ. എന്നിട്ട് ഹാ ഹുന ഹാ ഹുന ഹാ ഹുന ഹാ ഹുന അടുത്തിരിക്കാൻ പറയാണ്. എന്നിട്ട് മുട്ടോട് മുട്ട് ചേർന്നിരുന്നു എന്നാണ്, ഒരുമിയിരുന്നു എന്നാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ് മാ ഹാജത്തുക്ക്. അബാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത്തായിനെ വിളിക്കുകയാണ്, എന്താണ് നിങ്ങൾ ആവശ്യം? അപ്പോൾ ആവശ്യം പറയുമ്പോൾ നമ്മൾ അത് പറഞ്ഞില്ലേ, ആദ്യം പറയുന്ന അഹ്ലുൽ ഹറമൈൻ, 2 ഹറമിലുള്ളവർ, അവർ അള്ളാഹിൻ്റെ അഹ്ലുകാരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളാണ്. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ പാരിതോഷികങ്ങളും അവർക്കുള്ള വിഭവങ്ങളൊക്കെ അവർക്ക് നൽകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ എഴുതാൻ പറയാണ്, അത് അവർക്ക് വകവെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പിന്നെ ഇനി എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ അഹ്ലുൽ ഹിജാസ് വ അഹ്ലു നജ്ദ്, ഹിജാസുകാരെയും നജ്ദുകാരെയും നിങ്ങൾ പരിഗണിക്കണം. എന്നിട്ട് അവരുടെ സദക്കൾ അവർക്ക് ഇടയിൽ തന്നെ വീതം വെക്കണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അത് അഗ്രി ചെയ്യാണ്, അത് രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇനി എന്താ ആവശ്യം എന്ന് പറയുമ്പോൾ അഹ്ലു സുഗൂർ, അതിർത്തി പ്രദേശങ്ങളിൽ പാർക്കുന്ന ആളുകൾ, അവരാണ് നമ്മുടെ കോട്ട, അവരാണ് നമ്മുടെ സംരക്ഷകർ, അവരെ പരിഗണിക്കണം എന്നുള്ളത് പറയാണ്. അതേപോലെ തന്നെ ഇനി എന്താ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ പറയാണ് അഹ്ലുദ്ദിമ്മ, മുസ്ലിം പൗരന്മാർ, അവരിൽ നിന്ന് ജിസിയ വാങ്ങേണ്ട, അതുകൊണ്ട് തന്നെ അവരെയും അതൊക്കെ എഴുതുകയാണ് ഹിഷാം. പിന്നെ
ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഇനി ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഇത്തഖില്ലാഹ ഫീ നഫ്സിക്, അള്ളാഹുവിൽ തഖ്വയുള്ളവനാക്. കാരണം ഖുലിഖ്ത വഹ്ദക് വസതമൂതു വഹ്ദക് വതുഹ്ശറു വഹ്ദക് വതുഹാസബു വഹ്ദക്. പിന്നെ അള്ളാഹിനെ സൂക്ഷിച്ചോളി, അള്ളാഹുവിൽ തഖ്വയുള്ളവരായിക്കോളി. കാരണം ജനിച്ചപ്പോൾ ഒറ്റക്കാണ്, ഇനി മരിക്കുമ്പോൾ ഒറ്റക്കായിരിക്കും, ഉയർത്തെഴുന്നേറ്റ് ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒറ്റക്കായിരിക്കും, വിചാരണക്കും ഒറ്റക്കായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഈ ഹിഷാമിൻ്റെ കൊട്ടാരത്തിൽ പ്രമുഖന്മാരും പ്രമാണിമാരൊക്കെ നിറഞ്ഞിരിക്കണ സദസ്സല്ലേ. അപ്പോൾ അത്താവ് പറയാണ്, ഈ കാണുന്ന ഒരാളും നിങ്ങളെ വിചാരണ നടത്തുമ്പോൾ ഉണ്ടാവില്ല, ഈ കാണുന്ന ആളുകളാരും നിങ്ങളെ വിചാരണ നടത്തുമ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അത്താവ് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഹിഷാം എന്ത് ചെയ്തുകൊണ്ട് അക്കബ്ബ അലലാണ്, ഭൂമിയിലേക്ക് ഇങ്ങനെ വീണു എന്നാണ്. എന്നിട്ട് ഇങ്ങനെ കയ്യിലൊരു കോലുണ്ടായതുകൊണ്ട് നിലത്ത് കുത്തിയിട്ട് കരയായിരുന്നു എന്നാണ്. അപ്പോൾ അത്താവിന് മൂപ്പര് വന്ന ലക്ഷ്യം നിറവേറി. എന്നിട്ട് മൂപ്പര് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വാതിലെത്തിയപ്പോഴത്തേക്ക് ഒരു കിഴിയായിട്ട് ഹിഷാമിൻ്റെ ആൾ വരികയാണ്. ഇത് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്ക് കൽപ്പിച്ചതാണ് തരാൻ. അപ്പോഴാണ് ഓതി കൊടുത്തു എന്നാണ്. അപ്പോഴാണ് ഓതിയത് മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് അല്ലെങ്കിൽ അലാ റബ്ബിൽ ആലമീൻ എന്ന് ഓതിയതാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയാണ്, ഒരു ഖത്രത്ത് മ, ഒരു വെള്ളത്തുള്ളി പോലും ആ സദസ്സിൽ നിന്ന് കുടിച്ചില്ല എന്നുള്ളത്. ആര്? അത്ത. ഇതാണ് അവരുടെ ഇത്. കൂലി അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു ആണ് നിങ്ങളെടുത്ത് വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നോക്കി നിങ്ങൾ ആ ഒരു മനുഷ്യൻ്റെ പിന്നെ ഭൗതികമായിട്ടുള്ള കോപ്പുകൾ, ഉടയാടകൾ, ശാരീരിക പ്രകൃതി ഒക്കെ തീർത്തും ഭവ്യമാണ്, വിരക്തം. പക്ഷേ എങ്ങനെ ഇത് നേടി എന്നുള്ളതാണ്. ഈ കവി അസ്മാഇ, അബ്ദുൽ കരീമുൽ അസ്മാഇ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം. ഒരിക്കൽ ഈ ആത്ത അമീറുൽ മുഅ്മിനീൻ അബ്ദുൽ മലിക്കിൻ്റെ അടുക്കൽ നിന്നാണ്. ഈ ഹിഷാമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുൽ മലിക്കിൻ്റെ മക്കളാണ്. വലീദ്, പിന്നെ സുലൈമാൻ, ഹിഷാം, യസീദ്, ഇവരൊക്കെ മക്കളാണ്. ഇവരുടെയൊക്കെ വാപ്പയാണ് അബ്ദുൽ മലിക്. അബ്ദുൽ മലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമവി ഖിലാഫത്തിൻ്റെ 2ാം സ്ഥാപകൻ എന്ന് പറയാവുന്ന വലിയ പ്രമുഖ ഭരണാധികാരിയാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ. ഈ അബ്ദുൽ മലിക്കിൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ അസ്മയൊക്കെ അവിടെയുള്ള സദസ്സിലേക്ക് ഇതിനെ ഈ അത്താവ് വരികയാണെന്നാണ്. അത്താവ് വരികയാണ്. അപ്പോൾ എന്താ അബ്ദുൽ മലിക് ചെയ്തത്? അബ്ദുൽ മലിക് തൻ്റെ സിംഹാസനത്തിൽ അത്താവിനെ ഇരുത്തി, എന്നിട്ട് അബ്ദുൽ മലിക് മുന്നിലിരുന്നു എന്നാണ്. അത് അദ്ദേഹം ഭരണാധികാരി എന്ന പോലെ അത്താ ഇബ്നു അബി റബാഹ്, അബ്ദുൽ മലിക് മുന്നിലിരുന്നു എന്നാണ്. എന്നിട്ട് പിന്നെ അബ്ദുൽ മലിക് ചോദിക്കുകയാണ് അത്താവിനോട്, യാ അബാ മുഹമ്മദ് മാ ഹാജത്തുക്, എന്താ നിങ്ങളുടെ ആവശ്യം, എന്തിനാണ് വന്നത്, എന്താ ആവശ്യം? അപ്പോൾ ഇതേപോലെ ഈ പറഞ്ഞതുപോലെ അത്താവ് പറയുകയാണെന്നാണ്, അമീറുൽ മുഅ്മിനീൻ ഹറമുല്ലാഹ് വ ഹറമു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹറം മക്ക, ഹറം റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, അതിനൊക്കെ ഇമാറത്ത് ചെയ്യണം. ഇമാറത്ത് ചെയ്യണം എന്നാണ് എന്താ? അതൊക്കെ അവിടെയൊക്കെ പിന്നെ പരിപാലിക്കണം എന്ന് പറയാണ്. അപ്പോൾ അഫ്അൽ, ഞാനത് ചെയ്യാമെന്ന് പറയാണ്, എഗ്രി ചെയ്യാണ്. വീണ്ടും ചോദിക്കണം, ഓ ഹാജത്ത്, നിങ്ങളുടെ ആവശ്യം എന്താണ്? അപ്പോൾ വീണ്ടും പറയാണ്, പിന്നെ ഇത് ഔലാദുൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളുടെയും അൻസാരികളുടെയും മക്കളാണ് എവിടെയുള്ളത്? മക്കത്തും മദീനത്തുള്ളത്. വബിഹിം ജലസ്ത ഫി മക്കാനിക്, ആ മുഹാജിറുകൾ അൻസാരികൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, അവരുടെ അധ്വാനാണ് നിങ്ങൾ ഈ ഇരിക്കുന്നത്. അതുകൊണ്ട് മുഹാജിറുകളുടെയും അൻസാരികളുടെയും മക്കളുണ്ട്, ആ മക്കളൊക്കെ നമ്മൾ പരിപാലിക്കണം, പോറ്റണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അഫ്അൽ, ഞാനത് ചെയ്യാമെന്ന് പറയണം. പിന്നെ മഹാജത്തുക്, ഇനി എന്താ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇത്തഖില്ല ഫി അഹ്ലി സുഗൂർ, അതിർത്തി പ്രദേശങ്ങളിലുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം. ഹും ഹിസ്നുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സുരക്ഷാ കവചങ്ങളാണ് ആര്? ഈ അതിർത്തിവാസികൾ. അതുകൊണ്ട് അപ്പോൾ അബ്ദുൽ മലിക് പറയാണ്, അഫ്അൽ, ഞാനത് ചെയ്യാം എന്ന് പറയാണ്. പിന്നെയും പറയാണ്, ഒമാ ഹാജത്തുക്ക്, നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് അത്താവിൻ്റെ ആവശ്യമാണ് ചോദിക്കുന്നത്. അപ്പോഴും പറയാണ്, ഇത്തഖില്ലാഹ ഫി ഉമൂരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളെ സൂക്ഷിക്കുക എന്ന് പറയാണ്, ആ വിഷയങ്ങളിൽ അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഫഇന്നകൽ മസ്ഊലു അൻഹും ലിവഹ്ദിക്, മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ഭരണാധികാരിയാണ് നിങ്ങൾ, അതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളെ കുറിച്ചും താങ്കൾ മാത്രമാണ് ചോദ്യം ചെയ്യപ്പെടുക, അതുകൊണ്ട് സൂക്ഷിച്ചു അള്ളാഹിനെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെയും ചോദിക്കുന്നുണ്ട്, അഫ്അൽ, ഞാനത് ചെയ്യാമോ ഹാജത്ത്, നിങ്ങളുടെ ആവശ്യം എന്താണ്? അപ്പോൾ പിന്നെ
പിന്നെ ഇത്തഖില്ലാ ഹഫീമം അല ബാബിക്, നിങ്ങളുടെ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ കുറേ ആളുകൾ വന്ന് കാത്തിക്കുന്നുണ്ട്, അവരുടെ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കും, അവരുടെ നേരെ വാതിൽ കൊട്ടിയടക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അഫൽ ഞാനത് ചെയ്യാമ ഹാജത്തു, എല്ലാവരും ആവശ്യം പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ഹാജത്തും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ആര്? അബ്ദുൽ മലിക്ക് ആരോട്? അത്തായിനോട്. അപ്പോൾ അത്താവ് പറയാണ്, എൻ്റെ ഹാജത്ത് ഞാൻ ഒരു മഖ്ലൂക്കിനോടും പറയില്ല, എൻ്റെ ഹാജത്ത് ഞാൻ എൻ്റെ ഖാലിക്കിനോടേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അത്താവ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ പിന്നെ അബ്ദുൽ മലിക് കൊട്ടാരത്തിലുള്ളവരോട് പറയാണ്, ഹാദ ഷറഫ് ഹാദ സുദൂദ്, ഇതാണ് ഷറഫ്, മഹത്വം, ഹാദ സുദൂദ്, ഇതാണ് എന്ത് മികവ് എന്ന് കൊട്ടാരത്തിലുള്ളവരോട് പറയുന്നത്. കാരണം അവിടെ ഇരിക്കണവരൊക്കെ എന്തിനു വന്നാൽ അബ്ദുൽ മലിക്കിൻ്റെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് വന്നവരാണ്. പക്ഷേ ഇദ്ദേഹം വന്നത് അദ്ദേഹം ഒഴിച്ചുള്ളവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി. ഈ അത്ത ഇബ്നു അബി റബാഹ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴുത്ത് കാണൂലായിരുന്നു എന്നാണ്, തല ഉടലിനോട് ഒട്ടിയിട്ടായിരുന്നു എന്നാണ്, ഉടലിനോട് ഒട്ടിയിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ ദുആ ചെയ്തപ്പോൾ അള്ളാഹുമ്മ അഅ്തിഖ് റിഖാബി മിനന്നാർ അങ്ങാണ്ട് ദുആ ചെയ്യുന്നതാണ്, അള്ളാഹു എൻ്റെ പെരടി നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. അപ്പോൾ ഒരാൾ ചോദിച്ചു എന്നാണ്, നിനക്ക് അതിനോടെ പെരടി? കാരണം കഴുത്ത് തല ഉടലിനോട് ഒട്ടിയോണ്ടായിരുന്നു, അത്ര വിരൂപനായിരുന്നു, അർത്ഥത്തിൽ വിരൂപമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ശാരീരിക പ്രകൃതി. കാഴ്ചയിൽ പരിമിതി ഉണ്ടായിരുന്നു, അംഗപരിമിതികൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പിന്നെ പല പ്രശ്നങ്ങളുള്ള ആളായിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു സ്വീകാര്യത അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. ഇത് പിന്നെ അമവികളുടെ ഭരണകാലത്ത് ഖലീഫ അബ്ദുൽ മലിക്കിൻ്റെ അതേപോലെ ഖലീഫ ഹിഷാമിൻ്റെയൊക്കെ സദസ്സിൽ ഇങ്ങനെ ഒരു അംഗീകാരം, ഒരു സ്വീകാര്യത നോക്കി. നിങ്ങൾ ഖലീഫ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നിൽ ഇരിക്കുകയാണ്, ഇദ്ദേഹത്തെ അവിടെ ഇരുത്തുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്. മറ്റേയാൾ ഹാവുന അടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ മുട്ടോട് ചേർത്ത് ഇരുത്തുകയാണ്. എന്നിട്ടാണ് യാ അബ മുഹമ്മദ് വഹുമ ഹാജത്തു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ആ ഒരു സ്വീകാര്യത വന്നു എന്നുള്ളതാണ്. ആ സ്വീകാര്യത വരാൻ കാരണം അവരുടെ കൽബ് അതിൽ കളങ്കല്ലാതെ അതിൽ അള്ളാഹു മാത്രമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വരികൾ വരുന്നത്, മാ അസ്സലക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ല അല റബ്ബിൽ ആലമീൻ എന്നുള്ളത്. നമ്മളൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇഖ്ലാസിൻ്റെ വിഷയം ഉണ്ടല്ലോ, എന്തിനും അള്ളാഹ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി, ദാവത്തിന് വേണ്ടി ഒക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിലൊക്കെ എനിക്കെന്ത് എന്നുള്ള ആ ചിന്തയിൽ അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രം എന്നുള്ളത് കുറേ നമ്മൾ വായിക്കാൻ, അതിൽ ഭൗതികമായി എന്തെങ്കിലും ഇല്ലെങ്കിൽ ഞാനില്ല, ഓൽക്കൊക്കെ പലതുകൊണ്ട് എനിക്കതിൽ ഒന്നുമില്ല എന്നുള്ള ഒരു വികാരം വരുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മളെ നിയന്ത്രിക്കാൻ നമുക്കൊരു പാഠാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിവിടെ ഇതൊക്കെ മനസ്സിലാക്കുന്നത്, പ്രത്യേകം മനസ്സിലാക്കുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മാ സഅൽതുക്കും മിൻ അജ്രിൻ ഫഹുവ ലക്കും ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. വഹുവ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഷഹീദുൻ, ഇവിടെ വഹുവ ഷഹീദുൻ, അല്ലാഹു ഷഹീദാകുന്നു, അലാ കുല്ലി ഷൈഇൻ എന്നാണ്, എല്ലാ കാര്യത്തിനും അല്ലാഹു മാത്രമാണ് എല്ലാ കാര്യത്തിനും ഷഹീദ്. അതിനെ ദ്യോതിപ്പിക്കാനാണ് അലാ കുല്ലി ഷൈ എന്നുള്ളതിനെ മുന്തിപ്പിച്ചിട്ട് ഷഹീദ് എന്നതിനെ പിന്തിപ്പിച്ചത്. എല്ലാ കാര്യത്തിനും സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് അവിടെ ഹാദിർ, സന്നിഹിതനാകണം. ഒരു സംഗതിയും വ്യംഗ്യമാകാനോ അജ്ഞമാകാനോ പാടില്ല. ലാ യഗീബു അൻഹു ഷൈഉൻ, ഒരു സംഗതിയും അജ്ഞമാകാനോ വ്യംഗ്യമാകാനോ പാടുള്ളതല്ല. അങ്ങനെ സന്നിഹിതനാകണം. ഏതിനൊക്കെ? എന്തൊക്കെ അറിയേണ്ട കാര്യങ്ങളുണ്ടോ അതൊക്കെ, അതേപോലെ തന്നെ എന്തൊക്കെ കാണേണ്ട കാര്യങ്ങളുണ്ടോ അതൊക്കെ, അതിനൊക്കെ, എന്തൊക്കെ കേൾക്കേണ്ട കാര്യങ്ങളുണ്ടോ അതിലൊക്കെ, കേൾക്കേണ്ടതും മസ്മൂആയ, മർഇ കാണേണ്ടതും, മാലൂം അറിയേണ്ടതുമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അദൃശ്യമാകാതെ അതിനൊക്കെ സാക്ഷിയാകുന്ന വിധം വർത്തിക്കൽ. അതാണ് ഷഹീദ്. ഷഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു ഷഹീദ് എന്ന് പറയുമ്പോൾ അറിയേണ്ടതും കാണേണ്ടതും കേൾക്കേണ്ടതുമായ എന്തെല്ലാം ഉണ്ടോ അതൊന്നും വ്യംഗ്യമാകാതെ മറയാതെ അതിന് സാക്ഷിയാകുക എന്നുള്ളതാണ്. മനസ്സിലാകണ്ട? അങ്ങനെ എല്ലാത്തിനും സാക്ഷിയായവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ഒരാൾ അള്ളാഹു ഷഹീദാകുക എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സന്നിഹിതനായിട്ട്
ലാ യഗീബ്, അള്ളാഹ്ക്ക് ഒന്നും മറയാനോ മങ്ങാനോ പാടില്ല. ഒന്നും പറഞ്ഞെങ്കിൽ ഏതാ? അറിയേണ്ട കാര്യങ്ങളെന്നുണ്ടോ, കാണേണ്ട കാര്യങ്ങളുണ്ടോ, കേൾക്കേണ്ട കാര്യങ്ങളുണ്ടോ, ഇതൊക്കെയും മറയാതെ മങ്ങാതെ അതിന് സാക്ഷിയായിട്ട് വർത്തിക്കുക, സാക്ഷിയാവുക. അതാണ് അള്ളാഹു ഷഹീദാകുക എന്ന് പറഞ്ഞെങ്കിൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ഭാവിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ അള്ളാഹു അറിയും. അതിനുള്ള കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയും ചെയ്യും. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു എല്ലാത്തിനും ഷഹീദാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭാവിച്ചാലും ഉദ്ദേശിച്ചാലും ഞാൻ പറഞ്ഞാലും ഞാൻ ചെയ്താലും ഒക്കെ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് സാക്ഷിയായിട്ട് അള്ളാഹു അതിൻ്റെ കൂലി എനിക്ക് തരും. അതുകൊണ്ട് ഇതിനാണ് ഞങ്ങളടുത്ത് നിന്ന് കൂലി വാങ്ങുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മക്കക്കാരോട് പ്രതികരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആജ്ഞാപിക്കുന്ന മറ്റൊരു വിഷയം. ഇനിയൊരു വിഷയം, ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖി അല്ലാമുൽ ഗുയൂബ്. ഇതർത്ഥം പറയാം, എന്നിട്ട് നമുക്ക് പിന്നെ ഖുൽ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇനിയും പറയണം. നോക്കി ഇവിടെ ഈ ആവർത്തിച്ചിട്ടുള്ള ഖുൽ ഇതറിയിക്കുന്നത് ഈ മഖൂലിൻ്റെ എന്താണോ പറയാൻ പറയുന്നത് അതിൻ്റെ പ്രാധാന്യമാണ്. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, യഖ്ദിഫു ബിൽ ഹഖ്. യഖ്ദിഫു എന്ന് പറഞ്ഞാൽ ഖദഫ യഖ്ദിഫു എന്ന് പറഞ്ഞാൽ റമ യർമി എന്നാണ്, എറിയും, ഇട്ട് നൽകുക. അൽഖ യുൽഖി, ഇട്ട് നൽകും, പദാർത്ഥം എറിയുക എന്നുള്ളതാണ്. ഖദഫ യഖ്ദിഫു, റമ യർമി. യഖ്ദിഫു ബിൽ ഹഖ്, ഹക്കിനെ എറിയുന്ന, ഹക്കിനെ നൽകും, ഇട്ട് കൊടുക്കും. റബ്ബാരാണ് അല്ലാമുൽ ഗുയൂബ്, അല്ലാമുൽ ഗുയൂബ്. റബ്ബാരാണ് അല്ലാമുൽ ഗുയൂബാണ്. എന്താ അല്ലാമുൽ ഗുയൂബ്? അത് ഗുയൂബ്, ഗൈബ്, ഗുയൂബ് എന്ന് പറഞ്ഞാൽ അദൃശ്യങ്ങൾ. അല്ലാം എന്ന് പറഞ്ഞാൽ ആലിം, അറിയുന്നവൻ. അല്ലാം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവൻ. അല്ലാമുൽ ഗുയൂബാണ്. എൻ്റെ റബ്ബ് ഹക്കിനെ നൽകും, അവൻ അല്ലാമുൽ ഗുയൂബാണ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. നമ്മളെന്താ പറഞ്ഞത്? ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് അല്ലാമുൽ ഗുയൂബ്. ഖുൽ ജാഅൽ ഹഖ് വമാ യുബ്ദിഉൽ ബാതിൽ വമാ യുഈദ്. അവിടെ ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്, എൻ്റെ റബ്ബ് യഖ്ദിഫു ബിൽ ഹഖ്, ഹക്ക് കൊണ്ട്. യഖ്ദിഫു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് എർമി അല്ലെങ്കിൽ യുൽഖി, ഇട്ട് കൊടുക്കും എന്നുള്ളതാണ്. അതെന്താ അവിടെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പ്രചണ്ഡമായിട്ടുള്ള ഒരു ആരോപണം, ഇതൊക്കെ ആരോപണങ്ങളോട് പ്രതികരിക്കാനാണ്. കുൽ മറുപടി പറയാൻ പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു, ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന. എന്താ ആ ഉൻസില ദിക്റു അലൈഹി മിൻ ബൈനിന? നമ്മൾ മക്കക്കാർക്കിടയിൽ മക്കക്കാരിൽ എത്ര ആളുകളുണ്ട്? ആ ഉൻസില അലൈഹി ദിക്റു, ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടോ? അലൈഹി, ആർക്ക്? അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിനാണ് നമുക്കിടയിൽ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. മുഹമ്മദ് അതിന് യോഗ്യനാണോ? അബൂ താലിബിൻ്റെ യതീമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയായിരുന്നു, ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതികരിക്കുകയാണ്. ഖുൽ മറുപടി പറയുക, ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്, എൻ്റെ റബ്ബ് അവൻ യഖ്ദിഫു ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹക്കിനെ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കും വിധം. റബ്ബാണ് അല്ലാമുൽ ഗുയൂബ്, അദൃശ്യങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അവനിൽ നിന്നുള്ള ഹക്ക് ആർക്ക്, എങ്ങനെ, എവിടെ, അതവനാ തീരുമാനിക്കുക. അതാണ് അവിടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ വഹി ഇറങ്ങിയത്, ഖുർആൻ നൽകിയത്, പ്രവാചകത്വം നൽകിയത്? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുക എന്ന് മക്കക്കാർ പറഞ്ഞ് പരത്തിയപ്പോൾ അതിന് മറുപടിയാണ് ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്. ഹക്ക് അത് എൻ്റെ റബ്ബ് അവനാണ് നൽകുക, അവന് നൽകുന്നു. അതാർക്ക്? അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അല്ലാമുൽ ഗുയൂബ്, റബ്ബ് അല്ലാമുൽ ഗുയൂബാണ്. അതാണ് അതിൻ്റെ കാരണം. അതാണ് യുൽഖി റൂഹ ബി അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് എന്ന് പറഞ്ഞാൽ വഹി, അവൻ ഉദ്ദേശിക്കുന്ന ദാസന്മാർക്ക് ഇട്ട് നൽകും എന്നുള്ളതാണ്. അതാണ് പിന്നെ അതിൻ്റെ ഒരു ഉദ്ദേശം. മറ്റൊരു ഉദ്ദേശം, ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്ദിഫു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഖ്ദിഫു
ബിൽ ഹഖി അലൽ ബാത്തിലി ഫയദ്മഗുഹു എന്ന് പറഞ്ഞില്ലേ സൂറത്ത് അംബിയായിൽ. അള്ളാഹ് പറയുന്നത് നഖ്ദിഫു ബിൽ ഹഖി, ഹക്ക് കൊണ്ട് നാം എറിയും. എവിടെ എറിയും? അലൽ ബാത്തിലി, ബാത്തിലിൽ എറിയും. ഫയദ്മഗുഹു, അതാണ്. അതോടുകൂടി ആ ബാത്തിൽ അസ്ഥാനത്താകും എന്ന് പറയണം. അപ്പോൾ ഇവിടെ അതാണ് ഉദ്ദേശം. ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്, എൻ്റെ റബ്ബ് ഹക്ക് കൊണ്ട് എറിയും. ആരെ എറിയും? അലൽ ബാത്തിലി, ബാത്തിൽ നേരെ എറിയും. അതോടുകൂടി ബാത്തിൽ നിഷ്പ്രഭാകും, ഇല്ലാതാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാമുൽ ഗുയൂബാണ് എന്നുള്ളത്. ഇങ്ങനെ രണ്ട് നിൽക്കുന്ന ആയത്തിന് തഫ്സീർ ചെയ്ത് രണ്ടും വിശുദ്ധ ഖുർആൻ അറിയിക്കുന്ന ആശയമാണ്. വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ വന്ന വിഷയമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ ഞങ്ങളിൽ, പിന്നെ മുഹമ്മദാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ ഈ ഇതൊക്കെ അവതരിപ്പിക്കാൻ, വഹി ഇറക്കാൻ, ഖുർആൻ ഇറക്കാൻ യോഗ്യൻ എന്ന് അവർ പറഞ്ഞു പരത്തിയപ്പോൾ റബ്ബാണ് ഹക്ക് ഇറക്കുന്നത്. അതെവിടെ ഇറക്കണം, ആർക്ക് കൊടുക്കണം, അത് റബ്ബിൻ്റെ തീരുമാനമാണ് എന്നുള്ളത് പ്രതികരിക്കാനാണ് ഇങ്ങനെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. രണ്ട്, റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഹക്ക് കൊണ്ട് അവൻ ബാത്തിലിനെ പ്രതിരോധിക്കും, എറിയും. അപ്പോൾ ബാത്തിൽ നിഷ്പ്രഭാകും എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇനി അടുത്ത നമ്മുടെ ഈ വചനവും. ഇവിടെ ഈ അല്ലാമുൽ ഗുയൂബ്, ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖി, അല്ലാമുൽ ഗുയൂബാണ്. ഈ അല്ലാമുൽ ഗുയൂബ് എന്താ? അല്ലാമുൽ ഗുയൂബ് നമ്മൾ പറഞ്ഞ് ഗൈബുകൾ സൂക്ഷ്മമായി അറിയുന്നവൻ, ഗൈബുകൾ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. അത് ഈ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾക്കും എന്തുകൊണ്ട് മുഹമ്മദിനെ ഇതിന് തിരഞ്ഞെടുത്തു എന്ന് ഒച്ച ഉണ്ടാക്കുന്ന ആളുകൾക്കും അവർക്കൊക്കെ ഉപരിപ്ലമായിട്ട് എന്തെങ്കിലും പറയാനേ പറ്റുള്ളൂ. യതീമാണ്, പിന്നെ വേണ്ടത്ര പിന്നെ സാമ്പത്തികവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്, ഇങ്ങനെയൊക്കെ അവർക്ക് പറയാൻ പറ്റും. പക്ഷേ അല്ലാമുൽ ഗുയൂബാണ് അല്ലേ, സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് ആർക്ക് എങ്ങനെ എപ്പോൾ എന്നുള്ളതൊക്കെ അത് അള്ളാഹുവിൻ്റെ നിശ്ചയവും തീരുമാനമാണ് എന്നുള്ളതാണ് അവിടെ അതിൻ്റെ ആ ഒരു ഉദ്ദേശം. ബിൽ ഹഖി അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞാൽ ഹുവ അല്ലാമുൽ ഗുയൂബ് എന്നാണ്, അവൻ അല്ലാമുൽ ഗുയൂബാണ് എന്നുള്ളത്. നമ്മൾ അല്ലാമുൽ ഗുയൂബ് ദുആയിൽ കേട്ടിട്ടില്ലേ? ഏത് ദുആയിലാണ്? ദുആയിൽ അല്ലാമുൽ ഗുയൂബ് ഉണ്ടാകും. അത്തയ്യാത്തിൻ്റെ അവസാനത്തിലും ഇല്ലല്ലോ, ഉണ്ടോ? എന്നാ പറയും. അത്തയ്യാത്തിൻ്റെ അവസാനത്തിലില്ല. 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷമുള്ളൊരു ദുആയിലുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കാന യുഅല്ലിമുന കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ, ഖുർആനിലൊരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുമ്മ ഇന്നി, ഇസ്തിഖാറത്തിൻ്റെ ദുആ എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക അല്ലേ, വ അസ്തഖ്ദിറുക ബിഖുദ്റതിക, അല്ലെങ്കിൽ വ അസ്തഈനുക ബിഖുദ്റതിക. 2 പ്രയോഗമുണ്ട്. അസ്തഖ്ദിറുക എന്നുണ്ട്, അസ്തഈനുക എന്നുണ്ട്. ബിഖുദ്റതിക പിന്നെന്താ? വ അസ്അലുക മിൻ ഫദ്ലിക്കൽ അദീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. പിന്നെ അല്ലാഹു മിൻ കുന്ത തഅലമു അൻ ഹാദൽ അംറ എന്ന് പറഞ്ഞാൽ ദുആന്റെ തുടർച്ച. സലാത്തുൽ ഇസ്തിഖാറ, ദുആഉൽ ഇസ്തിഖാറയിൽ അല്ലാമുൽ ഗുയൂബ് എന്ന്. അതേപോലെ വേറൊന്ന് മുപ്രദവ് ഉണർത്തി അബ്ദുസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ശദ്ദാദ ഇബ്ന ഔസ്, യാ ശദ്ദാദ് ഇബ്ന ഔസ് ഇദാ റഅയ്ത അന്നാസ ഖദ് ഇഖ്തനസു അദ്ദഹബ വൽ ഫിദ്ദ ഫക്നിസ് ഹൗലാഇൽ കലിമാത്ത്. ഷദ്ദാദ് ഇബ്ന ഔസിനെ വിളിച്ച്, അദ്ദേഹം അൻസാരിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഷദ്ദാദ്, ആളുകളൊക്കെ സ്വർണവും വെള്ളിയും സമ്പാദിച്ചത് നീ കണ്ടാൽ, ശേഖരിച്ചത് നീ കണ്ടാൽ, ഫക്നിസ് ഹൗലാഇൽ കലിമാത്ത്, നീ ശേഖരിക്കേണ്ടത് ഈ കലിമത്തുകളെയാണ്. ഫക്നിസ് ഹൗലാഇൽ കലിമാത്ത്, ഈ കലിമത്തുകളെ നീ ശേഖരിക്കണം എന്ന് പറയണം. നമ്മളൊക്കെ ശേഖരിക്കേണ്ടതാണത്. ഏതാ കലിമത്തുകൾ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ, പിന്നെ വൽ അസീമത അലർ റുഷ്ദ്, വ അസ്അലുക മൂജിബാതി റഹ്മതിക് വ അസായിമ മഗ്ഫിറതിക് വ അസ്അലുക ശുക്ര നിഅമതിക് വ ഹുസ്ന ഇബാദതിക് വ അസ്അലുക ഖൽബൻ സലീമ വ ലിസാനൻ സാദിഖ വ അസ്അലുക മിൻ ഖൈരി മാ തഅലം വ അഊദു ബിക മിൻ ശർരി മാ തഅലം
വ അസ്തഗ്ഫിറുക ലിമാ തഅലം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. വളരെ പ്രധാനപ്പെട്ട ദുആണത്. എല്ലാവരും അത് പഠിച്ചിരിക്കണം. ചെറിയ എളുപ്പമുണ്ട്. എല്ലാവരും 5 അസ്അലുക ഉണ്ട്, അത് നോക്കിയാൽ മതി. എന്താണ്? അല്ലാമിനി ഒന്നാമത്തെ അസ്അലുക, അല്ലാമിനി അസ്അലുക അസ്സബാത ഫിൽ അംർ, പിന്നെ വൽ അസീമത അല റുഷ്ദ്, അതാണ് ഒന്നാമത്തെ അസ്അലുക. രണ്ടാമത്തേതിൽ വ അസ്അലുക മൂജിബാതി റഹ്മതിക് വ അസായിമ മഗ്ഫിറതിക്. മൂന്നാമത്തെ അസ്അലുക വ അസ്അലുക ശുക്ര നിഅമതിക് വ ഹുസ്ന ഇബാദതിക്. പിന്നെ നാലാമത്തേതിൽ വ അസ്അലുക ഖൽബൻ സലീമ വ ലിസാനൻ സാദിഖ. അഞ്ചാമത്തെ അസ്അലുക വ അസ്അലുക മിൻ ഖൈരി മാ തഅലം വ അഊദു ബിക മിൻ ശർരി മാ തഅലം വ അസ്തഗ്ഫിറുക ലിമാ തഅലം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാമുൽ ഗുയൂബ് വന്ന 2 ദുആകളാണ്, പ്രധാനപ്പെട്ട 2 ദുആണ്. ഒന്ന് ഇസ്തിഖാറത്തിൻ്റെ ദുആയിലും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട ദുആ. ഒക്കെ എളുപ്പമുണ്ട് ഇങ്ങനെ കാണാതെ പഠിക്കാം. നമ്മളിങ്ങനെ ഇങ്ങനെ എഴുതിയാൽ മതി. അസ്അലുക 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 എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എളുപ്പം നമുക്ക് മനസ്സിൽ വരും. വിശുദ്ധ ഖുർആനിലും അല്ലാമുൽ ഗുയൂബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യൗമ യജ്മഉല്ലാഹു റസൂൽ ഫയഖൂലു മാദാ ഉജീബ്തും ഖാലു ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് എന്നല്ലേ. അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിചാരണ നടത്തുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ, അവിടെ അതിലും പിന്നെ അൻത അല്ലാമുൽ ഗുയൂബ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് തൗബയിലും അതേപോലെ നമ്മുടെ ഈ വചനത്തിലും അല്ലാമുൽ ഗുയൂബ് എന്ന്. അലാ കുല്ലിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാമുൽ ഗുയൂബ്, അള്ളാഹു മാത്രമാണ് അല്ലാമുൽ ഗുയൂബ്. ഇനി ഇവിടെ അതിൻ്റെ തുടർച്ചയിൽ ഖുൽ ജാ അൽ ഹഖു വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. ഖുൽ പറയുക, ജാ അൽ ഹഖു, ഹഖ് വന്നിരിക്കുന്നു. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം, യാഥാർത്ഥ്യം, ശരി, ന്യായം, ധർമ്മം, വാസ്തവം, പല അർത്ഥം. ഖുൽ ജാ അൽ ഹഖു വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. അൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ ഹഖിന് നേരെ വിപരീതമാണ്, അസത്യം. ഇവിടെ മാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ് എന്നുള്ളതൊരു പ്രയോഗമാണ്. അസത്യം നിഷ്പ്രഭായി, അസത്യം മങ്ങി, അതാണ് അതിൻ്റെ ഉദ്ദേശം. ജാ അൽ ഹഖു, സത്യം വന്നു. അതുകൊണ്ട് തന്നെ സത്യം വന്നപ്പോൾ സത്യം എല്ലാത്തും വ്യക്തമായി പ്രകടമായി, സത്യം വന്നതോടുകൂടി. വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ് എന്നുണ്ടെങ്കിൽ അസത്യം അതോടുകൂടി മങ്ങി ക്ഷയിച്ചു, നിഷ്പ്രഭായി. അതാണ് ഉദ്ദേശം. ഈ യുബ്ദിഉ യുഈദു അതാണ് ഇത് അവിടുത്തെ ക്രിയ. യുബ്ദിഉ എന്ന് പറഞ്ഞാൽ ഫിഅലുൽ അംർ ബിദായത്തൻ, ഒരു സംഗതി പ്രവർത്തിക്കലാണ്, പ്രവർത്തിച്ച് തുടങ്ങുക. യുഈദു എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചത് പിന്നെയും ആവർത്തിക്കുക, ചെയ്തത് വീണ്ടും ചെയ്യുക. യുബ്ദിഉ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുക തുടക്കത്തിൽ, യുഈദു പറഞ്ഞാൽ വീണ്ടും ചെയ്യുക, ആവർത്തിക്കുക. അതാണ് അതിൻ്റെ പദാർത്ഥം. അബ്ദഅ യുബ്ദിഉ, അആദ യുഈദു. ബദഅ അല്ല, ബദഅ എന്നതിൻ്റെല്ലോ, ബദഅ അതിൻ്റെ തുടക്കത്തിൽ അബ്ദഅ. ബദഅ എന്നാൽ തുടങ്ങി, അബ്ദഅ എന്ന് പറഞ്ഞാൽ തുടങ്ങി. അബ്ദഅൻ്റേതാണ് യുബ്ദിഉ, ബദഅ യബ്ദഉ ആണ്, യബ്ദഉ. ഇത് അബ്ദഅ യുബ്ദിഉ. ജാ എന്ന് പറഞ്ഞാൽ വന്നു, ചിലപ്പം അജാ എന്ന് പറയും, അജാ അങ്ങനെ വരും. അപ്പോൾ യുബ്ദിഉ വ യുഈദു വമാ യുബ്ദിഉൽ ബാത്തിലു. ഇതിന് നേരത്തെ അർത്ഥം എന്താ? വമാ യുബ്ദിഉൽ ബാത്തിലു, ബാത്തിലൊന്നും തുടങ്ങൂല. വമാ യുഈദു, ബാത്തിൽ വീണ്ടും തുടങ്ങുക എന്നുള്ളത്, ആവർത്തിക്കുക എന്നുള്ളതും. വമാ യുഈദു എന്നാൽ തുടങ്ങിയത് ആവർത്തിക്കുക എന്നുള്ളതും ഇല്ല എന്നാണ്. അതൊരു പ്രയോഗമാണ്. ചിലർ പറഞ്ഞ്, ഇമാം ഖത്താദ പറഞ്ഞത് ബാത്തിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ഇബ്ലീസാണ്. വമാ യുബ്ദിഉൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് സൃഷ്ടിക്കൂല, വമാ യുഈദു പുനഃസൃഷ്ടി നടത്തൂല. ചിലർ പറഞ്ഞില്ല, ബാത്തിൽ എന്നുണ്ടെങ്കിൽ ഹഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, ബാത്തിൽ എന്നുണ്ടെങ്കിൽ വിഗ്രഹങ്ങളാണ്. വമാ യുബ്ദിഉൽ ബാത്തിൽ, വിഗ്രഹങ്ങൾ സൃഷ്ടിപ്പ് നടത്തൂല, വമാ യുഈദു പുനഃസൃഷ്ടി നടത്തൂല, ഇങ്ങനെ പറഞ്ഞത്. ചിലർ പറഞ്ഞത് ഹക്കിന് നേരെ വിപരീതം. ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യം, വാസ്തവം. ബാത്തിൽ എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതം,
അസത്യം, അവാസ്തവം. അപ്പോൾ വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസത്യം മങ്ങി ക്ഷയിച്ചു, നിഷ്പ്രഭായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിൽ കഅബ തവാഫ് ചെയ്യുന്നുണ്ട്. കഅബ തവാഫ് ചെയ്യുമ്പോൾ കഅബത്തിൻ്റെ പുറത്തും കഅബത്തിന് ചുറ്റുമൊക്കെ ആയിട്ട് 360 വിഗ്രഹങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഇങ്ങനെ ഓരോ വിഗ്രഹത്തെ ഇങ്ങനെ ചൂണ്ടി അല്ലെങ്കിൽ അതിൻ്റെ മുഖത്ത് ഇങ്ങനെ തൊട്ടു. അപ്പോൾ ആ വിഗ്രഹം ഇങ്ങനെ വീണു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തവാഫിൽ ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്നത്. ഖുൽ ജാഅൽ ഹഖ്, ഹഖ് വന്നു, വസഹഖൽ ബാത്തിൽ മങ്ങി നിഷ്പ്രഭമായി പോയി. ഇന്നൽ ബാത്തില കാന സഹൂഖ, ബാത്തിൽ സഹൂഖാണ്, അത് മങ്ങുന്നതും പോകുന്നതുമാണ് എന്നുള്ളത് പറഞ്ഞു ഓതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് ഓതിയത് അതാണ് നമ്മുടെ വിഷയം. ആ ആയത്ത് ഓതിയിട്ട് പിന്നെ ഈ ആയത്ത് ഓതി ഖുൽ ജാഅൽ ഹഖ് വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. അപ്പോൾ അതേ ആ ആയത്തിൻ്റെ അതേ ആശയത്തിലാണ് ഇവിടെ ഈ ആയത്തും. ജാഅൽ ഹഖ്, സത്യം വന്നു, അതോടുകൂടി സത്യം പ്രകടമായി, പിന്നെ എല്ലായിടത്തും വ്യക്തമായി. വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ് എന്ന് പറഞ്ഞാലോ അസത്യം അതോടുകൂടി നിഷ്പ്രഭമായി മങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. മനസ്സിലായോ? ഇതൊരു പ്രയോഗമാണ്. ഫുലാൻ, അറബിയിൽ പറയും ഫുലാൻ ലാ യഅ്കുലു വലാ യശ്റബ്, അയാൾ തിന്നൂല്ല കുടിക്കൂല. തിന്നൂല്ല കുടിക്കൂല എന്നാണ് എന്താ, അയാൾ ചാവായിക്കണെന്ന് അർത്ഥം അല്ലേ? അതാണ് അതേപോലെ ഒരു പ്രയോഗമാണ് വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ് എന്ന് പറഞ്ഞാൽ അസത്യം പോയി മങ്ങി എന്നുള്ളതാണ് ഉദ്ദേശം. ഖലാസ്, ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ല. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.